ഹരേ കൃഷ്ണ. നമസ്കാരം. ജീവിതത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിങ്ങൾ എപ്പോഴെങ്കിലും തളർന്നിട്ടുണ്ടോ? കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് തോന്നി കരഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഓർക്കുക, നിങ്ങളെ കേൾക്കാൻ, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാൻ ഒരാൾ കാത്തിരിപ്പുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഇതൊരു സാങ്കല്പിക കഥയല്ല, ഓരോ ഭക്തൻ്റെയും ഉള്ളിലെ നീറുനിന്ന സത്യമാണ്. നമ്മൾ പലപ്പോഴും ക്ഷേത്രത്തിൽ പോകാറുണ്ട്, വരി നിൽക്കാറുണ്ട്, കണ്ണനെ കണ്ടു തൊഴുത് പുറത്തിറങ്ങുമ്പോൾ പലരും പരാതിപ്പെടാറുണ്ട്. ഭഗവാനെ, ഞാൻ ഇത്രയേറെ വിളിച്ചിട്ടും നീ എന്താ കേൾക്കാത്തത് എന്ന്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു കാര്യം? നമ്മൾ ഭഗവാന്റെ ആ തിരുനടയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. കണ്ണുനീർ താനെ വറ്റിപ്പോകാറുണ്ട്. അതൊരു വെറും തോന്നലല്ല, നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഭഗവാൻ കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. കുചേലൻ്റെ അവിലും ദ്രൗപദിയുടെ വസ്ത്രവുമൊന്നും പുരാണത്തിലെ വെറും വരികളല്ല, മറിച്ച് ഭഗവാൻ നിന്റെ കൂടെയുണ്ട് എന്ന അവൻ്റെ ഉറപ്പാണ്. നമ്മൾ ഭഗവാനെ തേടി പോകേണ്ടതില്ല. ആത്മാർത്ഥമായി ഒന്ന് വിളിച്ചാൽ, ഒരു തുളസീദളം ഭക്തിയോടെ സമർപ്പിച്ചാൽ ഓടിയെത്തുന്ന ആ ചൈതന്യം ഇന്നും ആ ചന്ദനഗന്ധമായി നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളാരും അത് അറിയാതെ പോകുന്നു എന്ന് മാത്രം. ജീവിതം ഒരു വലിയ യുദ്ധക്കളമാണ്. അവിടെ നമ്മൾ തോറ്റുപോകുമ്പോൾ തളരരുത്. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് യുദ്ധം ചെയ്യൂ എന്നാണ്, മറിച്ച് ഓടിപ്പോകൂ എന്നല്ല. നിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും നിന്റെ ഉള്ളിലെ ഭക്തി അതിനേക്കാൾ വലുതാണെങ്കിൽ ആ പ്രശ്നങ്ങൾക്കപ്പുറം ഒരു വലിയ വെളിച്ചം നിന്നെ കാത്തിരിപ്പുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾ വൈകുന്നു എന്ന് തോന്നുമ്പോൾ ഒന്നോർക്കുക, ഭഗവാൻ നിനക്ക് നൽകാൻ പോകുന്നത് നീ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ ഒന്നായിരിക്കും. വിശ്വാസമെന്നാൽ എല്ലാം ശരിയാകുമെന്നല്ല, ഭഗവാൻ കൂടെയുള്ളപ്പോൾ എല്ലാം സഹിക്കാനുള്ള കരുത്തുണ്ടാകും എന്നതാണ്. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിന്റെ പ്രശ്നങ്ങളെല്ലാം ആ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കൂ. ഭഗവാന്റെ പുഞ്ചിരിയിൽ നിന്റെ സങ്കടങ്ങൾ അലിഞ്ഞു പോകട്ടെ. പാഞ്ചജന്യത്തിൻ്റെ നാദം നിന്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കമാകട്ടെ. ഏവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പങ്കുവയ്ക്കൂ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും എത്തട്ടെ. നന്ദി, നമസ്കാരം.